ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി, വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന കുടുംബത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയ സഹോദരി പേർ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ സൗദി അറേബ്യയിൽ നിന്നാണ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഈ മകൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വലിയ ഒരു അത്ഭുതം ഈ മകൾക്ക് വേണ്ടി സ്വർഗ്ഗത്തിലെ ദൈവം ചെയ്യാൻ പോകുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ മകളുടെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത്, തൻ്റെ ഡ്യൂട്ടിക്ക് ഇപ്പോൾ വ്യത്യാസം, താൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തൻ്റെ വാർഡിലിപ്പോൾ വ്യത്യാസം തനിക്കുണ്ടായി. അതുമൂലം ഡ്യൂട്ടിയിൽ വലിയ ഭാരം താൻ അനുഭവിക്കുന്നു. ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതികൂലവും പ്രതിസന്ധിയും ആ ജോലിയിലുണ്ട്. അതിനകത്തുനിന്ന് സ്വർഗ്ഗത്തിലെ ദൈവം ഈ മകൾക്കൊരു മാറ്റം കൊടുക്കേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ ഹല്ലേലൂയ, തൻ്റെ ബ്ലഡ് ഷുഗർ ഭയങ്കര ഹൈ ആണ്, അത് നോർമലാകേണ്ടതിനായിട്ടും, അതേപോലെ തനിക്ക് 14 വർഷമായി തലമുറയില്ല. ദൈവം ഈ സഹോദരിയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കേണ്ടതിനായിട്ട് എത്ര പേർ എൻ്റെ കൂടെ ചേർന്ന് ഈ സമയത്ത് വിശ്വസിക്കുന്നു? ഈ നമ്മുടെ ദൈവം സർവശക്തനാണ്, അവൻ അത്ഭുത മന്ത്രിയാണ്, മാറ്റം വരുത്തുന്നവനാണെന്ന് വിശ്വസിക്കാമെങ്കിൽ ഐ ബിലീവ്, ഞാനത് വിശ്വസിക്കുന്നു. എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഒന്ന് കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വെളിപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ മുഖപക്ഷമില്ലാതെ ഈ സഹോദരിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുമെങ്കിൽ, യോബ് തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ തൻ്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം കൊടുത്തെങ്കിൽ, ഇന്ന് നിങ്ങൾക്കും വേണ്ടിയും ദൈവം അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. കണ്ണുകൾ അടയ്ക്കാൻ പ്രിയരെ, നമ്മൾ ബാധ്യസ്ഥരാണ്. ഈ സഹോദരി മുഖാന്തരമാണ് പല മീഡിയ മാർഗത്തിലേക്കും അനേകായിരങ്ങൾക്ക് ഇത് അനുഗ്രഹമായി മാറുന്നത്. എങ്കിൽ വീണ്ടും ഈ സഹോദരി സന്തോഷത്തോടെ സാക്ഷ്യം പറയുന്ന രീതിയിൽ സ്വർഗ്ഗത്തിലെ ദൈവം ഇത് ചെയ്യണം. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഈ മകൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ഈ മകൾക്ക് ആ ജോലിയിലൊരു വലിയ വ്യത്യാസം സ്വർഗ്ഗത്തിലെ ദൈവം ഇപ്പോൾ അയക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ കർത്താവേ, ഞങ്ങളുടെ മഹത്വം മകൾ കാണേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ ബ്ലഡ് ഷുഗർ നോർമലാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ മക്കൾ യഹോവ നൽകുന്ന ദാനവും ഉദരഫലവും അവൻ തരുന്ന പ്രതിഫലവുമാകിയാൽ ഇപ്പോൾ ഈ മകൾക്ക് വേണ്ടി സ്വർഗ്ഗത്തിലെ ദൈവം ഒരാൻസർ അയക്കാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ആ വിടുതൽ സംഭവിച്ചതിനായി നന്ദി. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു അത്ഭുതകരമായ എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങൾ ക്ഷണിക്കുന്നു. കടന്നുവരാം. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായിട്ടും സാക്ഷ്യങ്ങളുമായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ, യേശു വലിയ വിശ്വസ്തനാണെന്നും വാക്കുമാറാത്തവനാണെന്നും ഒരുമിച്ച് എനിക്ക് പറയാൻ കഴിയും. കാരണം ഈ എപ്പിസോഡുകൾ ഇന്ന് കടന്നു പോകുന്നത് ദൈവം ഓരോ ദിവസങ്ങളും ഇതിനകത്ത് അത്ഭുതങ്ങൾ ചെയ്യുന്നതുകൊണ്ടും ഓരോരുത്തരെ വഴി തുറക്കുന്നത് കൊണ്ടാണ്. എൻ്റെ സാമ്പത്തികത്തിൻ്റെ കൂടുതലോ എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെയോ കഴിവോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ കൃപ അത്യന്തം ഇതിനകത്ത് വർദ്ധിച്ചു നിൽക്കുന്നത് കൊണ്ട് ഇന്ന് പ്രാഗൽഭ്യത്തോടെ പറയാം, ഞാൻ ദൈവത്തിൻ്റെ കൃപയിലാണ് ആശ്രയിക്കുന്നത്. എങ്കിൽ ഇന്നും ഈ എപ്പിസോഡ് അത്ഭുതകരമായി കാണുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ വഴി തുറക്കാൻ പോവുകയാണ്. ഇന്ന് ഇതൊരു സ്പെഷ്യൽ എപ്പിസോഡായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ദിവസങ്ങളിൽ എവിടെ ചെന്നാലും വർഷങ്ങളായി തലമുറയില്ലാത്ത ആൾക്കാരെ കാണാൻ കഴിയുന്നു. അല്ലെങ്കിൽ പലവരും ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു മടുത്തും, സാമ്പത്തികം ഒത്തിരി മുടക്കിയിട്ടും ഒരു വിടുതലും ഇല്ലാതെ 10 വർഷത്തിന് മുകളിലായത് എവിടെ ചെന്നാലും കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. എൻ്റെ ഉള്ളിലൊരു വലിയ ആത്മഭാരത്തോടു കൂടിയാണ് ഞാനിന്ന് ഈ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. നിങ്ങൾ ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയണം, ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവം അത്ഭുത മന്ത്രിയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തി വിശ്വസിക്കുന്നവന് വേണ്ടി വെളിപ്പെടുന്നവനാണ്. പുതിയ നിയമം നാം പഠിച്ചു കഴിഞ്ഞാൽ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നാണ്. സാഹചര്യത്തെ അല്ല നിങ്ങൾ നോക്കേണ്ടത്. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെയാണ് പറയുന്നത്, ഞങ്ങൾ കാഴ്ചയാലല്ല, ഞങ്ങൾ വിശ്വാസത്തിലാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ, അറിയാം, വിശ്വാസം എന്ന് പറയുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയവുമാണ്. എങ്കിൽ പ്രിയരെ, ഞാൻ ഈ എപ്പിസോഡുമായി കടന്നു വരുമ്പം ഒരു പക്ഷേ ആദ്യമായി ശ്രദ്ധിക്കുന്നവർ എന്നെ ഇപ്പോൾ ഒരു മതത്തിൻ്റെ ആളായിട്ടായിരിക്കാം ശ്രദ്ധിക്കുന്നത്. ഞാനൊരു മതത്തെയോ സംഘടനയോ ഉയർത്താനല്ല നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. യേശു വിശ്വസിക്കുന്നവരുടെ ദൈവമാണെന്ന് പറയാനാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു. മീൻസ് ലോകത്തെ സ്നേഹിച്ചു. എങ്കിലിന്ന് നശിക്കുകയല്ല നിങ്ങൾ ചെയ്യാൻ പോകുന്നത്,
നിങ്ങൾ രക്ഷയിലേക്ക് വരാൻ പോകുന്നു. കാരണം തിമോത്തിയോസിൻ്റെ ലേഖനം 1:15 പറയുന്നു, യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിലേക്ക് വന്നു. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങളിതിൻ്റെ തകരുമെന്നല്ല പറയുന്നത്, നിങ്ങളെ രക്ഷിക്കുവാൻ രക്ഷകൻ വെളിപ്പെട്ടിട്ടുണ്ട്. അവൻ പാപത്തിൽ നിന്നും വേദനയിൽ നിന്നും കണ്ണുനീരിൽ നിന്നും നമ്മെ വിടുവിക്കുന്നവനാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, അവൻ നിങ്ങളുടെ കണ്ണുനീരിനെ ഇന്ന് തുടയ്ക്കും. വിശ്വസിക്കാമെങ്കിൽ അതാണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. എങ്കിൽ ആദ്യമായി ശ്രദ്ധിക്കുന്നവർ വിശ്വാസത്തോടെ, ഏത് മാർഗത്തിൽ നിന്നായിക്കോട്ടെ, വിശ്വാസത്തോടെ നിങ്ങൾ ശ്രദ്ധിക്കാൻ തയ്യാറാക്കുക. നിങ്ങൾ തലമുറയില്ലാത്ത ആളാണോ? വഴിയടഞ്ഞ ആളാണോ? ഈ കാണുന്ന സാക്ഷ്യങ്ങൾ നിങ്ങളുടെ വഴി തുറക്കുന്നതാണ്. വിശ്വസിക്കാമെങ്കിൽ അതിപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടയായിത്തീരും. കുടുംബങ്ങളായിട്ട് തന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയുക, നിങ്ങൾ ഭർത്താവ്, ഭാര്യ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കുടുംബവുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സത്യം, ഞാൻ ഈ സത്യമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. കുടുംബ ബന്ധങ്ങൾ ഉടമ്പടിയോടുകൂടിയാണ് ദൈവം കൂട്ടിച്ചേർത്തത് എന്ന് പറഞ്ഞാൽ, ആരുടെ വിവാഹമാണ് നടക്കുന്നത്? ഈ ക്രിസ്ത്യൻ മാർഗത്തിൽ നടക്കുന്ന വിവാഹങ്ങളുടെ പ്രത്യേകത, ആ ഇരു കരങ്ങളെയും ചേർത്ത് പിടിച്ചിട്ട് ഉടമ്പടി പറയുകയാണ്. മുപ്പിരി ചരട് വേഗത്തിൽ അറ്റുപോകത്തില്ലെന്ന് പറഞ്ഞാൽ, ഈ രണ്ട് കരങ്ങളുടെ മധ്യത്തിൽ ദൈവമുണ്ട് എന്നുള്ള ഉറപ്പ്, അത് ഉടമ്പടിയാണ്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ ബിസിനസ് ചെയ്യുന്നവർക്കറിയാം, ഏത് വ്യക്തിയുടെയും ബിസിനസ് തകർന്നു പോകുന്നത്, അല്ലെങ്കിൽ കൂട്ടു ബിസിനസ്സുകൾ തകർന്നു പോകുന്നതെന്ന് പറഞ്ഞാൽ പരസ്പരമായ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ അറിയാതെ കളിപ്പിക്കുന്ന അനുഭവത്തിലേക്ക് വരുമ്പോൾ, അന്യോന്യമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ ബിസിനസ്സുകൾ തകർന്നു പോകും. ഇതേപോലെയാണ് കുടുംബജീവിതങ്ങളിൽ അന്യോന്യം വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവരുടെ കുടുംബജീവിതത്തിലെ പഴയ സ്നേഹം നഷ്ടപ്പെട്ടു പോകും, പഴയ സമാധാനം നഷ്ടപ്പെട്ടു പോകും. പിന്നെ എങ്ങനെയോ ജീവിച്ചങ്ങ് തീർക്കുന്ന അനുഭവമാണ്. എന്നാൽ ഇന്ന് എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ കുടുംബമായിട്ടും ദാമ്പത്തിക ജീവിതത്തിൽ തകർന്നും പ്രശ്നവും മദ്യപാനവും എല്ലാം അവസാനിച്ചെന്ന് തോന്നുമ്പോൾ പിന്നെ മദ്യത്തിൽ ആശ്രയിക്കുന്ന ഭർത്താക്കന്മാരെ ഞാൻ ശ്രദ്ധിച്ചു. ആ സ്ത്രീകളാണെങ്കിൽ മറ്റുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന അനുഭവത്തിലേക്ക്. എന്നാൽ ഇന്ന് നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഉടമ്പടി, ആ ആദ്യ സ്നേഹം നിങ്ങൾ ഓർക്കുന്നത്, ബിസിനസ്സുകൾ നിലനിൽക്കുന്നത് അവർ വീണ്ടും ആദ്യ സ്നേഹത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്. അല്ലെങ്കിൽ യേശു ക്രിസ്തു നമ്മളുമായി ഒരു ഉടമ്പടിയാണ് പുതിയ നിയമം ചെയ്തിരിക്കുന്നത്. സ്വന്തം രക്തത്താൽ നമുക്ക് വേണ്ടി പുതിയ നിയമത്തിൻ്റെ ഉടമ്പടി എഴുതി വെച്ചു. ഇനി അടുത്ത ഉടമ്പടി എന്ന് പറഞ്ഞാൽ, ആ ഉടമ്പടി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ട മക്കളെ ചേർക്കുവാൻ അവൻ വാനമേഘത്തിൽ വരുമെന്നുള്ളതാണ്. ഈ ഉടമ്പടിയിൽ വാനമേഘത്തിൽ വരുമെന്നുള്ളതും അതിൽ വിശ്വസിക്കണമെങ്കിൽ ആ രക്തത്തിൻ്റെ കൂട്ടായ്മ നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിരുമേശ സഭകളിൽ വയ്ക്കുന്നത്, നമ്മുടെ ആരാധനകളിൽ യേശുവിൻ്റെ ക്രൂശീകരണം ഓർക്കുന്നത്. ആ സ്നേഹത്തിൽ വീണ്ടും നമ്മൾ പൊതുകുകയാണ്. ഇന്ന് കുടുംബജീവിതത്തിൽ തകർന്നിരിക്കുന്ന നിങ്ങളോട് ഞാൻ രഹസ്യം പങ്കുവയ്ക്കുകയാണ്. നിങ്ങളെ കൂട്ടിച്ചേർത്ത നാൾ മുതൽ നിങ്ങൾ അന്യോന്യം ഒരു തീരുമാനമെടുത്തു, നിന്നെക്കാൾ ഈ ലോകത്തിൽ വേറെ ആരെയും ഞാൻ സ്നേഹിക്കത്തില്ല, എൻ്റെ മരണപര്യന്തം നിന്നെ ഞാൻ വിശ്വസ്തയായിട്ട് സ്നേഹിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യും. കാരണം ആദത്തെയും ഹൗവായും അങ്ങനെയാണ് ദൈവം കൂട്ടിച്ചേർത്തിരിക്കുന്നത്. നിങ്ങളിനി രണ്ടല്ല ഒന്നത്രേ. ഈ ആദം ഹൗവായെ നോക്കിയിട്ട് പറഞ്ഞു, ഇവളെൻ്റെ അസ്ഥിയിൽ നിന്ന് എൻ്റെ അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് എൻ്റെ മാംസവുമാകുന്നു, അതുകൊണ്ട് ഇവളെ നാരി എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, ഇന്ന് നിങ്ങൾ ഒരു മനം തിരിഞ്ഞൊരു ഐക്യമത്യത്തോടുകൂടെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുമെങ്കിൽ, അടുത്ത എപ്പിസോഡ് ഞാനിതിനെ തുടർന്ന് ചെയ്യുന്നുണ്ട്. 127 സങ്കീർത്തനത്തിലേക്ക് നമ്മൾ വരികയാണ്. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വെറുതെ അധ്വാനിക്കുന്നു. ഇന്ന് യഹോവയെ നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ മധ്യത്തിൽ നിർത്തിയിട്ട് ഈ മിനിറ്റിൽ തലമുറയില്ലാതെ കുടുംബ തകർച്ചയിൽ നിൽക്കുന്നവരാണോ? നിങ്ങളെൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥനയോടെ ഈ അത്ഭുത സാക്ഷ്യം കാണുമെങ്കിൽ ഇന്നൊരത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തും. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കടന്നു വന്നാട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കുഞ്ഞുണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചതല്ല. ഞങ്ങൾക്ക് 5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. 5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ആ സമയത്തൊന്നും കുഞ്ഞുങ്ങളുണ്ടായിട്ടില്ല. ആദ്യം ഒരു കുഞ്ഞുണ്ടായിരുന്നു, അത് വളർച്ചയില്ലാതെ നഷ്ടപ്പെട്ടു പോയി, അത് അബോർഷനായി പോയി. അപ്പോൾ എൻ്റെ കുഞ്ഞമ്മയൊക്കെ പത്തനംതിട്ടയാണ് താമസിക്കുന്നത്. അപ്പം ബ്രദറിൻ്റെ പ്രോഗ്രാം അവർ മുടങ്ങാതെ കാണുന്നതാണ്. അപ്പോൾ ഇവനുണ്ടാകുന്നതിന് 2 മാസം മുന്നേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ ബ്രദർ പ്രാർത്ഥനയിൽ നിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ട് നിനക്കൊരു കുഞ്ഞിനെ തരുവാണെന്ന് നിൻ്റെ പേര് പറഞ്ഞു. TV പ്രോഗ്രാമിൽ പേരെടുത്ത് പറഞ്ഞു, ഇതേപോലെ കുഞ്ഞിനെ തരികയെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞു.
അത് കേട്ടെങ്കിൽ പോലും ഞാൻ അത്രയും ഇതായിട്ട് എടുത്തില്ല. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ ഇവന് ഗർഭിണിയാണെന്ന് അറിഞ്ഞു. ഈ സഹോദരി എന്നെക്കുറിച്ച് അറിയുന്ന, അല്ലെങ്കിൽ ഈ കൂട്ടായ്മയെക്കുറിച്ച് അറിയുന്നത് TV എപ്പിസോഡിലൂടെയാണ്. സ്വന്തക്കാർ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ TV പ്രോഗ്രാം നടക്കുമ്പോൾ ഈ സഹോദരിയുടെ പേരൊന്ന് പറയൂ. അഞ്ജിത. 5 വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത, കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി കുഞ്ഞുങ്ങളില്ലാത്ത ആ സഹോദരിക്ക് വേണ്ടി സ്വന്തക്കാർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ TV എപ്പിസോഡിൽ ഈ മകളുടെ പേരുൾപ്പെടെ പറഞ്ഞു കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. അവരത് പറഞ്ഞ 2 മാസത്തിനുള്ളിൽ തന്നെ ഈ സഹോദരിയുടെ ഉള്ളിൽ ഹല്ലേലൂയ കുഞ്ഞു ഉളവായി എന്നുള്ള അറിവ് ലഭിച്ചു. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഷുഗർ വലിയ കൂടുതലായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ് 4ാമത്തെ ദിവസം അഡ്മിറ്റായി. അപ്പോൾ ഡോക്ടർ 2ാമത്തെ ദിവസം സ്കാൻ എടുത്തിട്ട് പറഞ്ഞു കുഞ്ഞിനെ കിട്ടത്തില്ല, കിട്ടിയാൽ തന്നെ 5 മാസം ആകുമ്പോഴത്തേന് കുഞ്ഞിൻ്റെ അവയവങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാവും, അതുകൊണ്ട് ഇതിനെ കളയണം, ഹസ്ബൻഡിനോട് സംസാരിക്കും. എത്ര മാസമായപ്പോഴാണ് ഇത് സംഭവിക്കും? 1.5 മാസം. എനിക്കൊന്നും ഓർമ്മയുണ്ട് സിസ്റ്റർ, ഈ വലത് സൈഡിൽ വന്നിരിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞു ഹസ്ബൻഡുമായിട്ട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് അന്ന് രാത്രി ഞാനും അമ്മയും കൂടെ പ്രാർത്ഥിച്ചു. എൻ്റെ മനസ്സിൽ ദൈവം ഒരു വിശ്വാസം തന്നു, കുഞ്ഞിനെ കളയണ്ട, കുഞ്ഞിനെ കിട്ടും എന്ന്. രാവിലെ ആയപ്പോൾ ഹസ്ബൻഡ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറിനോട് പറയണം, കുഞ്ഞിനെ നമുക്ക് വേണം, എത്ര റിസ്ക് ആയാലും ഞങ്ങളുടെ ഓൺ റിസ്കിൽ കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യാനാണ് തീരുമാനിക്കുന്നത്. ഹസ്ബൻഡ് അതുപോലെ നിനക്ക് വിശ്വാസമാണെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞ് ഡോക്ടറിനോട് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ഇതാണ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കേസ് ഷീറ്റിനകത്ത് എഴുതി വെച്ചു, റിസ്ക്കിലാണ്, ഈ കുഞ്ഞിന് എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് എഴുതി വെച്ചു. ഞങ്ങളത് കണ്ടിന്യൂ ചെയ്തു. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയി. തിരുവനന്തപുരത്താണ് എൻ്റെ വീട്. അവിടെ പോയി 5 മാസം ആയപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു ഓർഗൻസിന് വലിയ പ്രശ്നങ്ങളുണ്ടാവും. ആ സമയത്ത് ഞാനിവിടെ വന്നു. ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല, സ്കാൻ എടുക്കാൻ പൊയ്ക്കോ, കുഞ്ഞിനൊന്നും വരത്തില്ല എന്ന് പറഞ്ഞു വിട്ടു. അതുപോലെ ഞാൻ പോയി. അവൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസിന് ഒന്നിനും ഒരു കുഴപ്പമില്ല. ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പോയി വീണ്ടും ചെക്ക് ചെയ്തു, ഒരു കുഴപ്പമില്ല കുഞ്ഞിന്. ഇന്നും ഇതിനകത്ത് ഞാൻ അല്പം വൈകിയാലും വൈകാത്തവൻ നിങ്ങൾക്ക് മുമ്പായി ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ ഏത് വിഷയത്തിനാണോ പ്രാർത്ഥിക്കുന്നത് ആ വിഷയത്തിന് മറുപടി വരാൻ തമ്പുരാൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പറഞ്ഞാട്ടെ. പ്രസവ സമയമായപ്പോൾ കാണിച്ചുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് SITയിലോട്ട് വിട്ടു. ഭയങ്കര റിസ്ക്കാണ്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നുണ്ട്, സിസേറിയൻ വേണ്ടി വരും, എൻ്റെ ജീവന് ഒരു ഗ്യാരണ്ടി ഇല്ല എന്ന് പറഞ്ഞ് 4 കുപ്പി ബ്ലഡ് അറേഞ്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. സിസേറിയൻ ചെയ്യണം ഒരുപാട് അവർ ഭീതി ഇളക്കി മമ്മിയെ കൊണ്ട് എഴുതി വെപ്പിച്ചു. ഈ ജീവനിൽ ഞങ്ങൾക്കൊരു ഇതുമില്ല എന്ന് പറഞ്ഞിട്ട്. അന്നേരം മമ്മി കരഞ്ഞുകൊണ്ട് രാത്രി മുഴുവൻ ഞാനും മമ്മി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ഒരു കുഴപ്പം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല, സിസേറിനൊന്നും വേണ്ടിയില്ല, സുഖമായിട്ട് അവനെ പ്രസവിച്ചു. നിങ്ങൾ കരമടിക്കാമെങ്കിൽ നല്ലതുപോലെ ഒന്ന് കരമടിച്ചാൽ ഇന്ന് ആ കുഞ്ഞുമായിട്ടാണ് വന്ന് നിൽക്കുന്നത് ദൈവം. ബാക്കി എല്ലാവരും ആ കരങ്ങളൊന്ന് നീട്ടി കുഞ്ഞിൻ്റെ മേളിലേക്ക്. പിശാചി ലോകവും പറഞ്ഞു, ശാസ്ത്രം പറഞ്ഞു ഇത് അസാധ്യമാണ്. എന്നാൽ ലോകത്തെ ജയിച്ചവൻ, ശാസ്ത്രത്തെ ജയിച്ചവൻ, സകലതും സാധ്യമാണെന്ന് പറഞ്ഞവൻ. അപ്പോൾ ഈ കുഞ്ഞിനെ ഞാൻ എടുക്കുമ്പോൾ ഞാനിതിന് യോഗ്യനല്ല, എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി സകലതും സാധിപ്പിച്ചു തരുന്ന അങ്ങയുടെ കരത്തിലേക്ക് ഞങ്ങൾ ഈ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നപ്പ. 4 ലോൺ എടുത്ത് ലയബിലിറ്റി വന്ന് 7-8 ലക്ഷം രൂപ ബാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പല ഓഫീസുകളിൽ കയറി ഇറങ്ങി വന്നു അതിൻ്റെ കടബാധ്യത തീർക്കാനായിട്ട്. ഇവർ ലോൺ അടയ്ക്കണമെന്ന് പറഞ്ഞു ഓഫീസിലോട്ട് പേപ്പർ അയച്ചായിരുന്നു. അങ്ങനെ ഈ സഹോദരി ആദ്യം കാണുമ്പോൾ ഒരു വലിയ സോഡാ കുപ്പി പോലെ കണ്ണാടി വെച്ചാണ് കണ്ടത്. ഈ സഹോദരി ഒരു കണ്ണാടിക്ക്, കാരണം 3 പേരേ ഉള്ളൂ. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു ഈ സഹോദരിയുടെ കണ്ണാടി ഞാൻ ഊരിയാണെന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ഈ സഹോദരി കണ്ണാടിയില്ലാതെയാണ് ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കണ്ണാടിയില്ലാതെ ഒന്നും വ്യക്തതയല്ലായിരുന്നു. പക്ഷേ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് കണ്ണാടിയില്ലാതെ അവിടെ നിൽക്കുന്നത് യേശു ജീവനുള്ള ദൈവമാണ്. ഹല്ലേലൂയ. പറഞ്ഞാട്ടെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഏകദേശം 3ഓളം ലോണുകൾ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അനുഭവത്തിൽ വളരെ ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ അതിന് ഫലമായി അല്ലെങ്കിൽ എന്താ സംഭവിച്ചത്? പുളിമൂട് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിന്ന് 1 ലക്ഷം രൂപ എടുത്തു. അതിൽ കുറച്ച് അടച്ചൊരു 25,000 രൂപ അടച്ചതേ ഉള്ളൂ. ബാക്കി പലിശയായിട്ട് കിടന്നു. അതിന് കഴിഞ്ഞ ആഴ്ച ചെന്നപ്പോൾ അത് ലോണ് എഴുതി തള്ളിയെന്നുള്ളത് പേപ്പർ. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ സഹോദരി അടച്ചേ പറ്റത്തോളെന്ന് പറഞ്ഞ ലോൺ ദൈവം ഇവർക്ക് വേണ്ടി അതിനെ എഴുതി തള്ളിക്കളഞ്ഞു.
യേശു ജീവിക്കുന്ന ദൈവമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അറിയാം, നിങ്ങൾക്ക് വേണ്ടി ഇവിടെ നിങ്ങൾ വിശ്വാസത്തോടെ ആരാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതിൻ്റെ ഒരു സാക്ഷിയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ലോണ് പൂർണ്ണമായി അവർ എഴുതിയിട്ടുണ്ട്. എഴുതി തള്ളി എൻ്റെ പേപ്പറിൽ തന്ന് ഞാൻ പാസ്റ്റർ കൊണ്ട് കാണിച്ചപ്പോൾ പാസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞ് സാക്ഷി പറയണോ. ഭയങ്കര തിരക്കായതിന് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതമാണ് ചെയ്തത്. ഞാൻ ഭയങ്കര ഭാരപ്പെട്ടു, എന്നെ കൊണ്ട് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പാസ്റ്ററിൻ്റെ ഭാര്യയെ കൊണ്ട് ഞാൻ അവിടെ പല പ്രാവശ്യം പോവുകയായിരുന്നു. എന്നാൽ ഈ പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങി ഓരോരോ അത്ഭുതങ്ങളായിട്ട് ദൈവം ചെയ്തു. ആ ലോണ് മൊത്തത്തിൽ കർത്താവ് 16 തുടങ്ങി. എനിക്ക് ഈ സീസണെ അറിയാം, അന്നേരം ഒന്നും കണ്ടിട്ടില്ല. TV എപ്പിസോഡ് കണ്ടപ്പോൾ ആദ്യം വിളിച്ചു. കുവൈറ്റിൽ നമുക്ക് വേണ്ടി ശക്തമായി നിൽക്കുന്ന ഒരു സഹോദരിയാണത്. ഈ സഹോദരി ആദ്യം വിളിക്കാനുണ്ടായ അനുഭവം ഈ ജനം കേൾക്കണം. 2016 ജൂൺ 15-ാം തീയതി ഞാൻ യാദൃച്ഛികമായിട്ട് TV ഓപ്പൺ ചെയ്ത സമയത്തായിരുന്നു പാസ്റ്റർ പ്രസംഗം കാണുന്നത്. ആ സമയത്ത് എൻ്റെ മോനാണെങ്കിൽ ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ട് നിന്നിട്ട് പഠിത്തം നിർത്തി നിൽക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു അത്. ഇനി പഠിക്കാൻ പോകത്തില്ല, അവൻ വേറെ ജോലിക്ക് പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പോകാൻ വേണ്ടി ഞാൻ അനുമതിയും കൊടുത്തിട്ട് ഇരിക്കുന്ന ദിവസമായിരുന്നു. അന്നത്തെ പ്രാർത്ഥന ഞാൻ കണ്ടു. പിറ്റേ ദിവസവും കണ്ടു. 3-ാമത്തെ ദിവസത്തെ പ്രാർത്ഥന ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇന്ന് എൻ്റെ പേര് വിളിക്കുമെന്ന് എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായി. രാവിലെ മുതൽ തന്നെ ഞാൻ കാത്തിരുന്ന പ്രാർത്ഥന കാണുന്ന സമയത്ത് പാസ്റ്റർ അവസാനം പ്രാർത്ഥന തീരുന്ന സമയത്ത് എൻ്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞ് ദൈവത്തിൻ്റെ കൃപയുണ്ടെന്ന് പറഞ്ഞു. സിസ്റ്ററിന്റെ പേര് എന്തുവാ ഞാൻ ടിവിയിൽ പറഞ്ഞത്? ഷീല എന്ന് പറയുന്ന ഒരു സ്ത്രീ വളരെ വിഷമത്തോടെ ഇരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ അവർക്കുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാക്കേ പറഞ്ഞോളൂ. ഹല്ലേലൂയ. 1-2 സെക്കൻഡ്. ഈ സഹോദരി ഒരു വിടുതലിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ദൈവശബ്ദത്തിന് വേണ്ടി TV പ്രോഗ്രാമിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ സഹോദരിയുടെ പേര് അതിനകത്ത് പറയുകയും പിറ്റേ ദിവസം ഞാൻ അപ്പോഴും തന്നെ പ്രാർത്ഥിച്ചു, എനിക്ക് വേണ്ടി എൻ്റെ മോനോട് എൻ്റെ ദൈവം സംസാരിക്കും, ഞാൻ നാളെ മോനോട് സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം എൻ്റെ ജോലി സമയത്ത് തന്നെ എൻ്റെ മോനെ വിളിച്ചു. മോനുമായിട്ട് ഞാനൊരു 7-8 മിനിറ്റ് സംസാരിച്ചപ്പോൾ മോൻ പറഞ്ഞു ഞാൻ ഇനി ഒരിടം പോകത്തില്ല, ഞാൻ പഠിക്കാമെന്ന് പറഞ്ഞു. അന്ന് മുതൽ തന്നെ അവൻ പഠിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഡിഗ്രി കഴിഞ്ഞു. ഇപ്പോൾ വന്നിട്ട് PSCയുടെ കോച്ചിങ് ക്ലാസ്സിന് പോകുന്നു. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിക്കാമോ? പഠിക്കാൻ പോകത്തില്ലെന്ന് പറഞ്ഞു. ഒത്തിരി ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് പണി. പിന്നെ ഞാൻ 3 വർഷമായി, 2016-ലാണ് വീട് പണി തുടങ്ങിയത്. ആ പണി വന്നിട്ട് പെൻഡിങ്ങിൽ കിടന്നു. എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റാതിരുന്ന സാഹചര്യത്തിൽ ഞാൻ പാസ്റ്ററുമായിട്ട് പ്രാർത്ഥിച്ചിട്ട് വീട് പണി തുടങ്ങി. കുറച്ച് ക്യാഷ് എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞ പാസ്റ്റർ 1 വർഷത്തിന് മുമ്പ് ഞാൻ എപ്പിസോഡുകൾ ചെയ്ത സമയത്തിന് എന്നോട് 1-2 വർഷത്തിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, സിസ്റ്റർ വീട് പണി പൂർത്തീകരിച്ചിട്ടേ താമസമാകത്തുള്ളൂ എന്ന്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ വീട് ഞാൻ ആഗ്രഹിച്ചതിൽ ഏറ്റവും നല്ല രീതിയിൽ ചെയ്ത് പൂർത്തീകരിച്ച് ഈ ഏപ്രിൽ 22-ാം തീയതി വീട്ടിൻ്റെ പാലുകാച്ചും കഴിഞ്ഞിട്ടാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യേശു അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ഭയങ്കര സാക്ഷ്യമാണ്. എനിക്ക് തോന്നുന്നു 2-ാമത്തെ പ്രാവശ്യമല്ലേ SS വരുന്നത്. ആദ്യ പ്രാവശ്യം വരുമ്പം ഈ സൗകര്യം ഒരു ഭവനം ഇല്ലാതാ വരുന്നത്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കയറി താമസിച്ചു. അതെ, കഴിഞ്ഞ മാസം 13-ാം തീയതി. ആദ്യ പ്രാവശ്യം ഒരു എപ്പിസോഡിന് പൈസ എത്രയാണെന്നറിയാതെ എത്ര രൂപയായിരുന്നു കൊണ്ടുവന്നത് SS? 3000 രൂപ ആയിട്ട് വന്നു. ഞാൻ എപ്പിസോഡിന്റെ റേറ്റ് പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു, അയ്യോ പാസ്റ്റർ എൻ്റെ കയ്യിലില്ല. ഞാൻ പറഞ്ഞു, സിസ്റ്ററിന്റെ ആവശ്യത്തിൽ കരം നീട്ടാൻ പോവുകയാണ്. അമ്മ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പോകുന്നത് എനിക്കറിയാം. ഇന്ന് എനിക്ക് തോന്നുന്നു 2 മാസത്തിന് മുമ്പേ അല്ലേ ഇന്ന് ഞാൻ കേൾക്കുന്നത് പുതിയ ഭവനത്തിൽ താമസത്തിന് കയറിയെന്ന്. വളരെ ഭാരത്തോടാണ് വന്നത്. സാമ്പത്തികത്തിൽ വഴി തുറക്കാതെ തന്നെ സാമ്പത്തിക പ്രശ്നം തന്നെയായിരുന്നു. സാമ്പത്തിക പ്രശ്നമായിട്ടാണ് വന്നേ. അതെ അതെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്തുവാ സംഭവിച്ചേ? ബ്രദർ പറഞ്ഞു 50,000-ൻ്റെ 2 കെട്ടുകൾ ഇങ്ങനെ ഒരു ആളുടെ കയ്യിലോട്ട് വരുന്നതായിട്ട് കാണുന്നു എന്ന് പറഞ്ഞു. 50,000-ൻ്റെ 2 കെട്ടുകൾ ഒരാളുടെ കയ്യിലോട്ട് വരുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ അത് വിശ്വസിച്ചിട്ട് ഇവിടുന്ന് ആരാധന കഴിഞ്ഞു പോയി. എപ്പോഴത് സംഭവിച്ചത്? അന്ന് വൈകുന്നേരം 5 മണിയായപ്പോൾ ഇങ്ങനെ വൈകിട്ട് 5 മണിയായപ്പം ഒരാൾ കൊണ്ട് തരിക. അതെ അതെ, എന്നെ വിളിച്ച് പറഞ്ഞു
പൈസ റെഡി ആയിട്ടുണ്ട്, വന്ന് മേടിച്ചോളാൻ പറഞ്ഞു. വിശ്വസിക്കുന്നവർ, കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ, നിങ്ങൾക്ക് ഇതൊട്ടും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇല്ല ഇല്ല, പ്രതീക്ഷയില്ലായിരുന്നു, കിട്ടുമെന്ന് ഒരു മാർഗ്ഗവും ഇല്ലായിരുന്നു. ഇതിനകത്ത് ഇതേപോലെ അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? പ്രിയരെ, ഈ വചനവും ഈ അത്ഭുതകരമേറിയ സാക്ഷ്യങ്ങളും ഇന്ന് നിങ്ങളെ ഒരു തീരുമാനത്തിലെത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക. നിങ്ങളുടെ ബന്ധങ്ങളെ, കുടുംബജീവിതത്തിലെ ബന്ധങ്ങളെ പുനഃസ്ഥാപിച്ചാട്ടെ. നിങ്ങൾ ആ ബന്ധങ്ങളെ, ആ കമൻറ്റ് റിലേഷൻഷിപ്പിനെ ഒന്ന് ഓർത്താട്ടെ, ഉടമ്പടി ഓർത്താട്ടെ. ദൈവം നിങ്ങളെ ഇരുകരവും ചോർത്ത് പിടിക്കുമ്പോൾ ഇനി നിങ്ങൾ രണ്ടല്ല ഒന്നാണെന്നാണ് പറഞ്ഞത്. ഏത് പ്രശ്നത്തിലും ഏത് പ്രതിസന്ധിയിലും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ആ വിഷയങ്ങൾ നേരിടുമ്പോഴാണ് അതൊരു വിജയകരമായ കുടുംബമായി ജീവിതമായി തീരുന്നത്. പ്രിയരെ, കുടുംബങ്ങളായുള്ളവർ ചോർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ കണ്ണുകൾ അടച്ചാട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ഈ സമയത്ത്, സഹോദരിമാർ, കുഞ്ഞുങ്ങളില്ലാത്തവർ, വർഷങ്ങൾ പഴക്കമുള്ളവർ ഈ സമയത്ത് പ്രാർത്ഥിച്ചാട്ടെ. ദൈവം പുതിയത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോവുകയാണ്. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കണം, ഇവരുടെ ജീവിതത്തിൽ അടയാളം സംഭവിക്കണം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ഈ മക്കൾ മോചിക്കപ്പെടുകയാണ്. കർത്താവേ, തലമുറയ്ക്ക് വേണ്ടി വർഷങ്ങൾ പ്രാർത്ഥിക്കുന്ന ഇവർക്ക് വേണ്ടി അങ്ങനെ അത്ഭുതകരം നീട്ടേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ വിടുതലിൻ്റെ കരം ഇവർക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. ഞാൻ ഈ സമയത്ത് ഹല്ലേലൂയ മനോജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷീലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷേർലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഹല്ലേലൂയ അതേപോലെ തന്നെ ഷൈനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം ഇവരുടെ ജീവിതത്തിലെല്ലാം അത്ഭുതങ്ങളെ ഇപ്പോൾ ചെയ്യുകയാണ്. ഇവർ അനുഗ്രഹിക്കപ്പെടുന്നു, ഇവരുടെ കുടുംബജീവിതം മാനിക്കപ്പെടാൻ പോവുക. അതേപോലെ റോഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മറിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതേപോലെ തന്നെ മെർലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഹല്ലേലൂയ എലിസബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവർക്കൊക്കെ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ വഴി ഇപ്പോൾ അങ്ങ് തുറക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. രജനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സതീഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിടുതല നയിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ റീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഹല്ലേലൂയ മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ വെളിപ്പെടട്ടെ. ഇവരുടെ ജീവിതത്തിൽ നിൽക്കുന്ന തടസ്സങ്ങൾ മാറട്ടെ. തലമുറയായി കൈമാറുന്ന ശാപത്തിൻ്റെ ശക്തികൾ ഇപ്പോൾ മാറിയിട്ട് ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹത്തിലേക്കും ഐക്യതയിലേക്കും സമാധാനത്തിലേക്കും വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇവരെ അങ്ങ് മാനിക്കണമേ, അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ തലമുറയുടെ വിവാഹം നടക്കാത്തവർ എന്നെ കേൾക്കുന്നു. അതേപോലെ തന്നെ ജോലി ലഭിക്കാത്ത തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ എന്നെ ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കണം. പ്രോപ്പർട്ടി സംബന്ധമായ വിഷയങ്ങളിൽ അതേ സാമ്പത്തികമായി മുമ്പോട്ട് പോകാൻ കഴിയാതെ വീട് പണിയിൽ ഹല്ലേലൂയ വീട് പണി പൂർത്തീകരിക്കാതെ നിൽക്കുന്നവർ, ഹല്ലേലൂയ അതേപോലെ തന്നെ കർത്താവേ, ആ സ്ഥലം വയ്ക്കാതെ വല്ലാത്ത വിഷമത്തിൽ കേൾക്കുന്നവർ, രോഗികൾക്ക് വേണ്ടി പൂർണ്ണമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്യാൻസറും ട്യൂമറും ഹല്ലേലൂയ അൾസർ, ഹല്ലേലൂയ ആസ്മ, അതേപോലെ തന്നെ സ്കിൻ ഡിസീസായിട്ട് നിൽക്കുന്നവർ, ഓരോ മക്കളുടെ മേളിലും അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിക്കണം. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. കഥാവത് ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചനവും ഈ സാക്ഷ്യവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. വേഗത്തിൽ വിളിച്ച്, വർഷങ്ങൾ പഴക്കമുള്ളതുപോലും കർത്താവ് ഇന്ന് ചെയ്യുകയാണ്. വേഗത്തിൽ വിളിച്ച് 65 തുടങ്ങുന്ന നമ്പറിൽ വാട്സാപ്പ് അവൈലബിൾ ആണ്. നിങ്ങൾ ഈ സമയത്ത് തന്നെ കോൺടാക്ട് ചെയ്താട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. വലിയ വിടുതലുകൾ ദൈവം ഈ ദിവസങ്ങളിൽ അയക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. അതേപോലെ തന്നെ കൂടുതൽ ഈ എപ്പിസോഡുകൾ നിങ്ങൾക്ക്, ഈ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് മിസ്സാകുന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്കുകൾ താഴെ കൊടുക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഹല്ലേലൂയ. മറ്റുള്ളവർക്കും കൂടെ ഈ ലിങ്കുകൾ കൊടുത്താട്ടെ. ഹല്ലേലൂയ. ലൈവ് മെസ്സേജുകൾ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. വലിയ നന്മകൾ വെളിപ്പെടുന്നു. ഞാൻ അതേപോലെ പ്രത്യേക അറിയിപ്പ് ഓർപ്പിക്കുന്നു. ഈ എപ്പിസോഡുകൾ ഇതുവരെ സ്പോൺസർ ചെയ്യാത്തവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതിനു വേണ്ടി നിൽക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അനേക ആയിരങ്ങൾ 5 വർഷത്തിന് മുമ്പ് ഒരു എപ്പിസോഡിൽ തുടങ്ങി 6.5 വർഷമാകുമ്പോൾ 8 TV ചാനലിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം മിനിസ്ട്രിയും എന്നെയും സഹായിച്ചു. എങ്കിലിത് അനേകരുടെ വിടുതലായതുകൊണ്ടാണ്, അനേകർ ഇത് അനുഗ്രഹിക്കപ്പെട്ടത് കൊണ്ടാണ്. അതേപോലെ തന്നെ കൊല്ലത്തും തിരുവനന്തപുരത്തും നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ആരാധനകൾ നടക്കുന്നു. ഹല്ലേലൂയ. അതേപോലെ തന്നെ സിംഗപ്പൂരിലും മലേഷ്യയിലും ഓസ്ട്രേലിയയിലും നമ്മുടെ ആരാധന നടക്കുന്നു. ഈ ദിവസങ്ങളിൽ ഒത്തിരി സ്ഥലങ്ങളിൽ ഇന്ത്യ മുഴുവനായി മീറ്റിങ്ങുകൾ നടക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കടന്നു വന്ന് അനുഗ്രഹം അനുഭവിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. മറ്റുള്ളവരും കൂടെ നിങ്ങൾ ഇൻഫോം ചെയ്താട്ടെ. വലിയ വിടുതലുകൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടില്ലാത്തവർ നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. വലിയ അത്ഭുതങ്ങൾ സ്വർഗത്തിലെ ദൈവം ചെയ്യുന്നു. നമ്മുടെ കൊല്ലത്തെ ആരാധനയിലേക്ക് നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കുന്നു.
നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുകയാണ്. എങ്കിൽ ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത സഹോദരി, സൗദി അറേബ്യയിൽ നിന്നുള്ള സഹോദരി ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. അവർക്കൊരത്ഭുതം സ്വർഗത്തിലെ ദൈവം ചെയ്തു കഴിഞ്ഞാലായി നന്ദി. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.